കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെയുണ്ടായ അപകടം ചർച്ച ചെയ്ത കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു. മേയറുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. കുറ്റക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മേയർ കുറ്റപ്പെടുത്തി. ഈ അന്വേഷണം തൃപ്തികരമാണ്, ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാം ദിവസം ഇവരിങ്ങോട്ട് മാർച്ച് നടത്തി. വിവരങ്ങൾ പങ്കുവയ്ക്കും. സിജോ, എന്താണ് മേയർ ഈ കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്? ഇന്നും പ്രക്ഷുബ്ധമായിരുന്നോ കൗൺസിൽ യോഗം? അപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ ഉമാ തോമസ് MLAക്ക് പരിക്കേൽക്കാനുണ്ടായ അപകടത്തിന് ശേഷം ചേർന്ന ആദ്യ കൗൺസിൽ യോഗമായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിലാണ് ഈ വിഷയത്തിൽ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിരുന്നത്. ഈ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിക്കണം, മാത്രമല്ല ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മേയർ രാജിവെക്കണമെന്നൊരാവശ്യമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ മേയർ തയ്യാറായില്ല. മാത്രമല്ല ഇത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു ആവശ്യമാണ്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ഇത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിലൊരു ആവശ്യമായി വരുന്നത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ, അതാണ് ഏറ്റവും തൃപ്തികരമായ അന്വേഷണം. അതിനുശേഷം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാം, കൂടുതൽ അന്വേഷണമാകാം എന്ന നിലപാടാണ് മേയർ സ്വീകരിക്കുകയും ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിന് നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. ആ പ്രതിഷേധം നീണ്ടതോടുകൂടി തന്നെ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതായി മേയർ പ്രഖ്യാപിക്കുകയും പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ചില വാക്കാക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസ് കൗൺസിലറാണ്. ഈ ദീപ്തി മേരി വർഗീസ് കൗൺസിലറായിട്ടുള്ള ആ പ്രദേശത്താണ് സ്റ്റേഡിയം ഉള്ളത്. അവിടെ ആ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഈ കൗൺസിലറായ ദീപ്തി മേരി വർഗീസിന് ഇല്ലേ എന്ന് മേയർ ചോദിച്ചു. പക്ഷേ അത് വലിയ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും കാരണമായി. തനിക്കല്ല അതിൻ്റെ ഉത്തരവാദിത്വം, ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഈ നഗരസഭ കോർപ്പറേഷനെ ഭരിക്കുന്ന മേയർക്കുമാണ് ഉള്ളതെന്ന് പറഞ്ഞ് മറുപടി നൽകിയുണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും കൂടി വേദിയാവുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ കൗൺസിൽ യോഗം പിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും തുടർ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതിനെ ശക്തമായി നേരിടുമെന്ന് മേയറും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സിജോ വി ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും. മറ്റു വാർത്തകളിലേക്ക്